മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ പി ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 89-90 കാലത്ത് വി പി സിംഗ് സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു. ഇറാഖ് കുവൈത്ത് യുദ്ധകാലത്ത് കുവൈത്തിൽ കുടുങ്ങിയ നഴ്സുമാരെ നാട്ടിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സമീർ സി മുഹമ്മദ് വിരളുമായി. സമീർ, എവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം? അജിംസ്, കോഴിക്കോട് പന്നിയങ്കരയിലെ വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനം തുടരുന്നത്. രാവിലെ 7 മണിയോടുകൂടിയാണ് ഇവിടേക്ക് മൃതദേഹം എത്തിക്കുകയും അവിടെ പൊതുദർശനം ആരംഭിക്കുകയും ചെയ്തത്. നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, മറ്റ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരായിട്ടുള്ള എ കെ ശശീന്ദ്രൻ, അതുപോലെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിക്കൊണ്ട് അന്തിമോപചാരം അർപ്പിച്ചു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ബെന്നി ബെഹനാൻ, അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും എത്തിക്കൊണ്ട് അന്തിമോപചാരം അർപ്പിച്ചു. വലിയ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും പൊതുദർശനം തുടരുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 തവണ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. 89-90 കാലഘട്ടങ്ങളിൽ അദ്ദേഹം വി പി സിംഗ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ആ കാലയളവിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് അദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. ഒരു യുദ്ധകാലത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. സമാനമായ ഒരു സാഹചര്യമായിരുന്നു ആ കാലയളവിലും ഉണ്ടായിരുന്നത്. ഗൾഫ് യുദ്ധകാലത്ത്, കുവൈറ്റ്, അതുപോലെ തന്നെ ഇറാഖ് യുദ്ധകാലത്ത് നിരവധി പേരാണ് അവിടെ കുടുങ്ങിയിരുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ അവിടെ കുടുങ്ങിയിരുന്നു. അവരെയൊക്കെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഓരോരുത്തരും ഓർത്തെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെ രാവിലെ മാനാരി പൊതുശ്മശാനത്തിലായിരിക്കും നടക്കുക. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.